2006 ശേഷം അല്ലെ 2006 ശേഷം ആദ്യമായി പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി വരുന്നു. അത് ചില്ലറ കാര്യമല്ല. മാത്രമല്ല നിലമ്പൂരിലെ പാർട്ടിക്കാരെല്ലാം ആഗ്രഹിച്ചതാണ് എം സ്വരാജ് സ്ഥാനാർത്ഥിയാട്ടെ, മറ്റൊരു കരുത്തനായ സ്ഥാനാർത്ഥിയില്ല. അവിടെ പ്രാദേശികമായി നിരവധി പേരുകൾ, ഇപ്പോൾ മാട്ടുമ്മൽ സലീം നഗരസഭാ ചെയർമാൻ അടക്കമുള്ളവരുടെ നിരവധി പേരുകൾ പരിഗണിക്കപ്പെട്ടുവെങ്കിലും എം സ്വരാജ് സ്ഥാനാർത്ഥിയാകട്ടെ എന്നതായിരുന്നു അവിടുത്തെ പാർട്ടിയുടെ വികാരം. അത് പല ഘട്ടങ്ങളിൽ പാർട്ടി സംസ്ഥാന സെന്ററിനെ അറിയിച്ചതാണ്. സ്വരാജിന് താല്പര്യം ഇല്ലാതിരുന്നിട്ടും സ്വരാജ് വരട്ടെ, മത്സരം കടുക്കും, ഒരുപക്ഷെ നമുക്ക് ജയിക്കാൻ കഴിയും. അതിന്റെ മിഷനറി ആ നിലയിൽ തന്നെ സ്വരാജ് വന്നതോടുകൂടി എണ്ണയിട്ട യന്ത്രമായി പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് അഭിലാഷ് പറഞ്ഞ ആദ്യ പോയിന്റിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നത്. വഴിക്കടവിൽ എണ്ണിത്തുടങ്ങുമ്പോൾ നമുക്ക് ഫലസൂചന വ്യക്തമാവും. വഴിക്കടവിൽ ഒരു ടഫ് ഫൈറ്റിന്റെ ഫീൽ ഉണ്ടെങ്കിൽ മൂത്തേടത്തേക്ക് എത്തുമ്പോൾ UDF-ന് ഒരു 1000-ലധികം അല്ലെങ്കിൽ 2000-ൽ താഴെയാണ് ലീഡെങ്കിലും എം സ്വരാജിന് വിജയസാധ്യത ഉണ്ട് എന്ന പോയിന്റിലേക്ക് നമ്മൾ വീണ്ടും എത്തുന്നത്. 3000 വോട്ടിന്റെ ലീഡാണ് വഴിക്കടവിൽ UDF പ്രതീക്ഷിക്കുന്നത്. മൂത്തേടം കഴിയുമ്പോൾ 6500. സാധ്യതയില്ല. കഴിഞ്ഞ തവണ വെറും 53 വോട്ടിന് മാത്രമാണ് അൻവർ ലീഡ് ചെയ്തത്. സമാനമായ ഒരു ചിത്രമാണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ അൻവറിന് വഴിക്കടവിൽ എത്ര വോട്ട് കിട്ടും എന്നതിനെ നിർണായകമായ ഒരു സ്വാധീനം. അല്ല, അൻവറിനെ സംബന്ധിച്ച് അൻവർ ഉന്നം വെച്ചിരുന്നത് ഈ ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് വോട്ടുകളും പിന്നീട് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഈ കർഷക മേഖലയിലുള്ള മലയോര കുടിയേറ്റ മേഖലയിലുള്ള ജനങ്ങൾ, പട്ടികജാതി ജനവിഭാഗങ്ങൾ, അൻവർ MLA എന്നുള്ള നിലയിൽ ഉപകാരം ചെയ്തിട്ടുള്ള ആളുകൾ, ഇങ്ങനെ ഈ ഒരു വഴിക്കടവ് മേഖലയിൽ CPM-ൽ നിന്ന് കുറച്ചുപേർ ആണ്. പഴയ പഞ്ചായത്ത് അധ്യക്ഷൻ സുബോടക്കം. അൻവർ ഏറ്റവും കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്ന സ്ഥലം വഴിക്കടവാണ്. അൻവർ ഏറ്റവും കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്ന സ്ഥലം വഴിക്കടവാണ്. അതിന് ഈ പറഞ്ഞ കാരണങ്ങളാണ്. പക്ഷേ ഇന്നലെ രാത്രി അവിടെ തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്ത ആളുകളുമായി സംസാരിക്കുമ്പോൾ അൻവർ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് ദിവസം ബൂത്തിലിരിക്കാൻ പക്ഷേ അൻവറിന് ആളുണ്ടായിരുന്നില്ല. വളരെ ചുരുക്കം ബൂത്തുകളിൽ മാത്രമേ അൻവറിന് ആളുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് വഴിക്കടവിലെ കഴിഞ്ഞ കണക്കുകൾ കൂടി ഒന്ന് പറഞ്ഞു പോവാം. ആ കണക്കുകൾ പറയുമ്പോൾ വേണമെങ്കിൽ പ്രേക്ഷകർക്ക് ഒന്ന് ഊഹിക്കാം. 2011-ൽ 811 വോട്ട് UDF-നായിരുന്നു ആര്യാടൻ മത്സരിച്ചപ്പോൾ വഴിക്കടവിൽ ലീഡുണ്ടായിരുന്നത്. 2016-ൽ അന്ന് ആര്യാടൻ ഷൗക്കത്തും സാക്ഷാൽ PV അൻവറും തമ്മിൽ ഏറ്റുമുട്ടിയ 2016 തെരഞ്ഞെടുപ്പിൽ 2116 വോട്ടിന്റെ ലീഡായിരുന്നു LDF ഉണ്ടായിരുന്നത്. 2100-ൽ പരം വോട്ടിന്റെ ലീഡ് എന്ന് പറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പഞ്ചായത്തിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം കൂട്ടുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലമായ നാമമാത്രമായ ലീഡേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഈ 35 വോട്ടിന്റെ ലീഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. 2021 കൊണ്ടിരുന്ന പഞ്ചായത്താണ്. UDF-ന് ഇപ്പോഴും വലിയ പ്രതീക്ഷയുണ്ട്. 3000 വോട്ടിനെങ്കിലും ലീഡ് ഉണ്ടാകുമെന്ന് പറയുന്നു. അവിടെ 35-എങ്കിൽ 35 ആ വോട്ടിനെങ്കിലും LDF ലീഡ് ചെയ്താൽ ആദ്യഘട്ടത്തിൽ തന്നെ LDF-ന് പ്രതീക്ഷ ഉണ്ട് എന്ന് പറയാൻ കഴിയും. LDF ലീഡ് ചെയ്യുന്ന LDF-ന് പ്രതീക്ഷയില്ല കേട്ടോ. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ പറഞ്ഞത് ജയമോ തോൽവിയോ എന്നുള്ളത് പ്രശ്നമല്ല, അതൊരു UDF മണ്ഡലമാണല്ലോ എന്നാണ്. പാർട്ടി വോട്ട് കൃത്യമായി ഉണ്ടാവുക എന്നുള്ളതാണ്. പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജിനെ അവിടെ നിർത്തിയപ്പോൾ, സംസ്ഥാന സമിതി അംഗത്തെ അവിടെ നിർത്തിയപ്പോൾ കൃത്യമായി പാർട്ടി ലക്ഷ്യമിടുന്നത് ഈ 35 വോട്ടിന്റെ വ്യത്യാസത്തിൽ നിന്നാണ് 3000 വോട്ട് എന്ന് കണക്കാക്കുന്നത്. വഴിക്കടവിൽ മുന്നണികൾ സത്യം പറഞ്ഞാൽ ആർക്കും കൃത്യമായ ആത്മവിശ്വാസമൊന്നുമില്ല. ഇതുവരെ നിലമ്പൂരിൽ ഇപ്പോൾ 2000 വോട്ടിന് ജയിക്കുമെന്ന് UDF-ഓ, 2000 വോട്ടിന് ജയിക്കുമെന്ന് LDF-ഓ, 8000 വോട്ടിന് ജയിക്കുമെന്ന് UDF-ഓ ഒക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് ലാസ്റ്റത്തെ കണക്കാണ്. 10-20-നൊക്കെ മുകളിലായിരുന്നു ആദ്യത്തെ കണക്ക്. അപ്പോൾ ആ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇതെങ്ങനെയാണ് ജനം വോട്ട് ചെയ്തതെന്ന് സംബന്ധിച്ച് കൃത്യമായ ആശങ്കയുണ്ട്. കാരണം പഴയ നിലമ്പൂരല്ല, 21,000 വോട്ടാണ് 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ അൻവർ അവിടെ സമാഹരിച്ചത്. അത് അൻവറിന്റെ വോട്ടാണോ LDF-ന്റെ വോട്ടാണോ? അൻവറിന്റെ വോട്ടാണോ നിലവിലുള്ള LDF-ന്റെ വോട്ടാണോ? ഈ ചോദ്യമാണുള്ളത്. ആ ചോദ്യത്തിന് നിലമ്പൂർ എന്ത് മറുപടി? അങ്ങനെ വഴിക്കടവ് കഴിഞ്ഞാൽ എണ്ണുക മൂത്തേടമാണ്. മുസ്ലിം ലീഗിന്റെ ശക്തി ദുർഗമായ മൂത്തേടം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻവർ ജയിച്ച തെരഞ്ഞെടുപ്പിൽ VV പ്രകാശിന് ഏറ്റവും കൂടുതൽ ലീഡ് കൊടുത്ത പഞ്ചായത്താണ് മൂത്തേടം. 1803 വോട്ടുകൾക്കാണ് മൂത്തേടത്ത് കഴിഞ്ഞ തവണ VV പ്രകാശ് ലീഡ് ചെയ്തത്. UDF-ന് പഞ്ചായത്തിലും മൃഗീയ ഭൂരിപക്ഷമുണ്ട്. 12 UDF വാർഡ് അംഗങ്ങളുള്ളപ്പോൾ LDF-ന് 3 സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജയിക്കണമെങ്കിൽ മൂത്തേടത്ത് നിന്ന് 3000-ൽ കൂടുതൽ വോട്ടിന്റെ ലീഡ് വേണം എന്നുള്ളതാണ് UDF-ന്റെ കണക്ക്. അതായത് വഴിക്കടവ് കഴിഞ്ഞാൽ UDF ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന ഒരു പഞ്ചായത്ത് മൂത്തേടമാണ്. വഴിക്കടവ് എണ്ണിക്കഴിഞ്ഞ് മൂത്തേടത്തേക്ക് വരുമ്പോഴേക്ക് വമ്പിച്ച ലീഡിലേക്ക് ആര്യാടൻ കുതിക്കുമെന്നാണ് UDF കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. അതിനുശേഷം എണ്ണുന്നത് എടക്കര പഞ്ചായത്താണ്. VV പ്രകാശിന്റെ മുൻ DCC അധ്യക്ഷന്റെ സ്വന്തം പഞ്ചായത്ത്. 71 മുതൽ 97 വരെ ബൂത്തുകൾ ഉള്ളത് എടക്കരയിലാണ്. എടക്കരയിൽ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF-ആണ്. 9 UDF വാർഡ് അംഗങ്ങളും 7 LDF വാർഡ് അംഗങ്ങളുമാണുള്ളത്. കഴിഞ്ഞ തവണ VV പ്രകാശ് 97 വോട്ടിനാണ് എടക്കരയിൽ ലീഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് എം സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തിലേക്ക് എത്തുന്നത്. നിമിഷം വരെ എടക്കരയിൽ ഉണ്ടായിരുന്ന വിവാദം VV പ്രകാശുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ഇഷ്യൂസ് ആണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചതാണ് എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ ലേഖനം എഴുതിയ അതേ ഇടം. ആ വിഷയം പക്ഷേ അവസാന ദിവസം വോട്ട് കുത്തുന്നതിന്റെ അവസാന മണിക്കൂറിൽ UDF-ന് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ അത് ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളത് കണ്ടറിയണം. തീർച്ചയായും അത് കഴിഞ്ഞ് പോത്തുകല്ലിലേക്ക് വരും. പോത്തുകൽ എം സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്താണ്. ഇഞ്ചോടിഞ്ചു വരുമെന്നാണ് LDF-ന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ 506 വോട്ടിന് അൻവർ ലീഡ് ചെയ്ത പഞ്ചായത്താണ് പോത്തുകല്ല് ഭരിക്കുന്നത് LDF ആണ്. ഇവിടെ
18,045 വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോത്തുകല്ലിൽ സ്വരാജ് ഒരു മുൻതൂക്കം നേടിയാൽ അത് LDF സംബന്ധിച്ച് നിർണായകമാകും. അതിനുശേഷം വേണ്ടുന്നത് ചുങ്കത്തറയാണ്. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പഞ്ചായത്ത് 23,997 വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ UDF ലീഡ് ചെയ്ത പഞ്ചായത്താണ് ചുങ്കത്തറ. 300 വോട്ടിന് കഴിഞ്ഞ തവണ VV പ്രകാശ് ലീഡ് ചെയ്ത സ്ഥലം. അവിടെ LDF 10 UDF 10 എന്നുള്ളതാണ്. തുല്യ ശക്തികളാണ്. അൻവർ വന്നതിന് ശേഷം പഞ്ചായത്ത് ഭരണം മറിഞ്ഞ പഞ്ചായത്താണ് ചുങ്കത്തറ. ആദ്യത്തെ സമ്മാനം PV അൻവറിന്റെ ആദ്യത്തെ സമ്മാനം. ആ ചുങ്കത്തറയിൽ എന്ത് സംഭവിക്കും? ചുങ്കത്തറയും ക്ലോസ് ആയി വരുമെന്നാണ് LDF കേന്ദ്രങ്ങൾ കരുതുന്നത്. അതിനുശേഷം നേരത്തെ പറഞ്ഞ നിലമ്പൂർ നഗരസഭ, കരുളായി, അതിനുശേഷം അമരമ്പലം. ഈ നിലമ്പൂർ നഗരസഭ നോക്കുകയാണെങ്കിൽ നഗരസഭയിൽ കഴിഞ്ഞ തവണ LDF ആധികാരികമായ ലീഡ് നേടി. സാധാരണ നിലയിൽ UDF അനുകൂലമായൊരു നഗരസഭ പഞ്ചായത്തായിരുന്ന കാലത്തും കുറെ കൂടി UDF അനുകൂലമായി ചാഞ്ഞു നിന്ന ആര്യൻ ഷൗക്കത്ത് അധ്യക്ഷനായിരുന്ന പഞ്ചായത്തായിരുന്നപ്പോഴും ആദ്യമായി നഗരസഭയായപ്പോഴും അധ്യക്ഷനായതാണ് ആര്യൻ ഷൗക്കത്ത്. അവിടെ കഴിഞ്ഞ തവണ നഗരസഭയിൽ വളരെ ആധികാരികമായ വിജയമാണ് LDF ഉണ്ടായിരുന്നത്. LDF 1503 വോട്ടിന്റെ ലീഡ് അവിടെ പിടിക്കാൻ നേരത്തെ കഴിയുകയും ചെയ്തു. ഇത്തവണ ലീഡ് നിലനിർത്താനാകും എന്ന് LDF കണക്കൂട്ടുന്നു. മുതൽ കൃത്യമായി ആദ്യം ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി വന്നത് നിലമ്പൂർ നഗരസഭയിൽ തന്നെയാണ് എന്നത് പ്രധാനമാണ്. ആ നിലമ്പൂർ നഗരസഭ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ LDF നല്ല രീതിയിൽ വോട്ടുള്ള ഇടമാണ്. 23 സീറ്റുകളാണ് LDF അവിടെ നഗരസഭയിലുള്ളത്. UDF 9, BJP 1. ആകെ വാർഡുകൾ 33. അവിടെയാണ് 1503 വോട്ടിന്റെ ലീഡ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പിടിക്കാൻ കഴിഞ്ഞ ആ ലീഡ് നിലനിർത്താനാകും എന്ന പ്രതീക്ഷയാണ് LDF. അമരമ്പലം പഞ്ചായത്തിലേക്ക് വന്നാൽ CPM ശക്തി കേന്ദ്രം സ്വരാജിന്റെ വിജയസാധ്യതയിൽ അമരമ്പലത്തെ ലീഡ് നിർണായകമായിരിക്കും. അമരമ്പലത്തിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ കളി മാറാനുള്ള സാധ്യതയുണ്ട്. അത് LDF അനുകൂലമായി എന്തെങ്കിലും ഒരു ട്രെൻഡ് നിലമ്പൂരിൽ ഉണ്ട് എങ്കിലാണ് അമരമ്പലത്തിലേക്ക് വരുമ്പോൾ കളി മാറാനുള്ള സാധ്യതയുണ്ട്. സ്വരാജിന്റെ വിജയസാധ്യതയിൽ ലീഡ് നിർണായകമായി ഉയർത്താൻ കഴിയുന്ന ഒരു സ്ഥലമായി LDF പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ് അമരമ്പലം. LDF ഏറ്റവും അധികം ലീഡ് പ്രതീക്ഷിക്കുന്ന പഞ്ചായത്ത്. കഴിഞ്ഞ തവണ 1492 വോട്ടിന്റെ ലീഡായിരുന്നു അമരമ്പലത്ത് LDF ഉണ്ടായിരുന്നു. അതിന് മുമ്പ് കരുളായി ഉണ്ട്. കരുളായിൽ 12,528 വോട്ടേ പോൾ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ വോട്ട് കുറവുള്ള പഞ്ചായത്താണ്. പക്ഷേ കഴിഞ്ഞ തവണ 1446 വോട്ടിന്റെ നിർണായക ലീഡ് PV അൻവറിന് കൊടുത്ത സ്ഥലമാണ് കരുളായി. ഈ കരുളായിൽ ഞാൻ മുഖ്യമന്ത്രി പങ്കെടുത്ത LDF പ്രചരണ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. വലിയ ക്രൗഡായിരുന്നു, അവിശ്വസനീയമായ ക്രൗഡ്. ഈ നല്ല മഴയത്തും ഉണ്ടായിരുന്നു. കരുളായി എന്ന് പറയുന്നത് LDF സംബന്ധിച്ച് ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ്. കരുളായും അമരമ്പലവും നിലമ്പൂർ നഗരസഭയുമാണ്. LDF ജയിക്കുകയാണെങ്കിൽ നിലമ്പൂർ നഗരസഭ, കരുളായി, അമരമ്പലം ഈ 3 ഇടങ്ങളാണ്. ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഡിസൈഡ് ചെയ്യുക. അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്നാണ് LDF കണക്ക്. എന്നാൽ കരുളായിൽ ഒരു പക്ഷേ സെറ്റ് ബാക്ക് ഉണ്ടായേക്കാം. മറ്റിടങ്ങളിലെല്ലാം ലീഡ് ചെയ്യുമെന്ന് UDF ഉറച്ചു വിശ്വസിക്കുന്നു.